ചെറുത്തുനിൽപ്പിന്റെ പേരാണ് മാറാട്. മതതീവ്രവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ മണ്ണിൽ ഉറച്ചു നിന്ന് പോരാടിയ കടൽ മക്കളുടെ നാട്. ചരിത്രത്തിൽ തന്നെ മറക്കരുതാത്ത പാഠങ്ങൾ എഴുതി ചേർത്ത ഈ നാട് അതിന്റെ പേരിനെ നഷ്ടപ്പെടുത്താനുള്ള തീരുമാനത്തോട് പ്രതികരിക്കുകയാണ്. മതതീവ്രവാദത്തെ ചെറുത്തുതോൽപ്പിക്കാൻ വീരചരമം പ്രാപിച്ച ബലിദാനികളുടെ മണ്ണാണ് മാറാട്. എന്നാൽ ഇന്ന് ഈ ത്യാഗവും അതുൾക്കൊള്ളുന്ന ചരിത്രത്തെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണകൂടം. സാഗരസരണി എന്നാണ് മാറാടിനായി തീരുമാനിച്ചിരിക്കുന്ന പുതിയ പേര്. പേരുമാറ്റം പൂർത്തിയാകുന്നതോടെ മാറാടും മാറാടിന്റെ പോരാട്ടവും പഴങ്കഥയായി മാറും. ഒരുപക്ഷെ കേരളത്തിൽ ഭാരതത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഹാലിളകി പ്രശ്നമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ ഓടിപ്പോയ ചരിത്രമാണ് നമുക്കറിയുന്നിടത്തോളം. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് ഹാലിളകി പ്രശ്നമുണ്ടാക്കി ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയിട്ട് അവർ ഓടിപ്പോകേണ്ടി വന്നൊരു സ്ഥലമാണ് മാറാട്. അതുകൊണ്ട് തന്നെ മാറാട് അവരെ സംബന്ധിച്ച് ഈ സ്ഥലം അവർക്കൊരു അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പേരാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഈ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ട് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇടപെട്ടത്, അല്ലാതെ ഈ ഇവിടെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് മാറാട് എന്ന് പറഞ്ഞ പേര് ഇല്ലാണ്ടാവണം, അങ്ങനെ ഒരു പേരെ ഇവിടെ വേണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിൽ. പേര് മാറ്റിയിട്ട് നമ്മളെ മനോവീര്യം തകർക്കല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് ആ പേരും തന്നെ മാറ്റി വേറൊരു പേര് കൊണ്ടുവരിക എന്നൊക്കെ ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം മാറാട് അരേ സമാജം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് മാറാട് അരേ സമാജമാണ്. ഇല്ല മാറാട് ശ്രീകുറുമ്പ ഭഗവതി വേട്ടക്കരമൻ ക്ഷേത്രം ഈ രീതിയിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പം അത് വേണ്ട, നിങ്ങൾ ഈ രീതിയിൽ ഇനി അറിയപ്പെടേണ്ട ആ ഒരു ഉദ്ദേശത്തോടെയൊക്കെ അവർ ചെയ്യണത്. മനഃപൂർവ്വം അതൊരു ഇത് പറയാണ് വേറെ രീതിയിൽ ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ ഈ ഇങ്ങനൊക്കെ ഒരു പേരുമാറ്റത്തിനാണ് ഉദ്ദേശിക്കുന്നത്. CPM സ്ഥാനാർത്ഥി വാർഡിൽ വിജയിച്ചതോടെയാണ് പേരുമാറ്റത്തിനുള്ള കളമൊരുങ്ങിയത്. എന്നാൽ ദീർഘകാലമായി നടക്കുന്ന ഈ ശ്രമം അതീവ രഹസ്യമായിരുന്നുവെന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വാർഡ് വിഭജനമെന്ന സ്വാഭാവിക പ്രക്രിയ മാത്രമായി മാറാടിന്റെ പേരുമാറ്റത്തെ വിലയിരുത്താൻ കഴിയുകയില്ല. ഒരു ബസ് സ്റ്റോപ്പിന്റെ പേരാണ് മാറാടിന് നൽകുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ലോകം അറിയപ്പെടുന്നത് മാറാടല്ലേ, സാഗരസരണി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇതൊരു ബസ് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് മാത്രമാണ് സാഗരസരണി, അല്ലാതെ സാഗരസരണി അല്ല. ഇവിടെ എല്ലാവരോടും ചോദിച്ചു നോക്കും, നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും ചോദിക്കാമല്ലോ, ഇത് മാറാടാണോ സാഗരസരണിയാണോ എന്ന്. മാറാടാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഭരണം ഇപ്പം നോക്കിയിട്ടുണ്ടാവും, എല്ലാം മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ എന്താ പറയുക, കോഴിക്കോടിൻ്റെ ഒരു അവസ്ഥ ഒക്കെ കണ്ടില്ല, അങ്ങനെ മാറ്റിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇതും മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീരബലിദാനികളുടെ സ്ഥലം ഇട്, മാറാട് വീരബലിദാനികളുടെ സ്ഥലം എന്നല്ലേ വേണ്ടത്, അല്ലാണ്ട് സാഗരസരണി എന്നല്ല അതിൽ. അതൊരിക്കലും നടക്കില്ല. അത് ഏതറ്റം വരെ ഞങ്ങൾ പോകും, അത് ഉറപ്പാണ്. ഇവിടുത്തെ സ്ത്രീകൾ തന്നെ ഒന്നടങ്കം പ്രതിഷേധിക്കും. ഇതാരും അറിയുന്നില്ല. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സമാജത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ പോയപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത്, ഇങ്ങനെ മാറാട് മാറ്റുന്നുണ്ടെന്ന് തന്നെ. ഞങ്ങളെന്തായാലും എതിർക്കൂട്ടോ, അത് ഏതറ്റം വരെ ഞങ്ങൾ വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്. അതീവ രഹസ്യമായി നടക്കുന്ന വാർഡിന്റെ പേരുമാറ്റത്തെ സംശയത്തോടെ തന്നെയാണ് ഇവിടുത്തുകാർ കാണുന്നത്. മറ്റൊരു കലാപത്തിലേക്ക് മാറാടിനെ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ആളുകൾ പറയുന്നു. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയെന്ന് ഉറപ്പിക്കുന്നുണ്ട് മുൻ വാർഡ് മെമ്പർ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാറാട് എന്നുള്ളതൊരു വൈകാരികമായ പേരാണ്. നമുക്കെല്ലാവർക്കും അറിയാം 2003 കലാപം. അതിൻ്റെ മുന്നേയും ഈ പ്രദേശം ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലം തന്നെയാണ്. 2003 കലാപത്തിൽ നമ്മൾ 8ഓളം സഹോദരന്മാരാണ് നമുക്ക് നഷ്ടമായത്. അപ്പോൾ അത്രയും വൈകാരികമായൊരു സ്ഥലത്തിൻ്റെ പേര് മാറ്റിയത്, അപ്പോൾ അതെനിക്ക് തോന്നുന്നു CPM ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അവരൊരു താല്പര്യപ്രകാരമാണ് ഈ പേരുമാറ്റം ഉണ്ടായത്. കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടി ആ വാർഡിൽ തോൽക്കുന്നത് വെറും 14 വോട്ടിലാണ്. അതായത് 25ഓളം കള്ള വോട്ടുകളാണ് CPM ചെയ്തിട്ടാണ് അവിടെ വിജയിക്കുന്നത്. LDF UDF ഒരുമിച്ച് നിന്നിട്ട് കൂടി അവർ 25ഓളം കള്ള വോട്ട് ചെയ്തിട്ടാണ് ആ വാർഡിൽ വിജയിക്കുന്നത്. ഇത്തവണ ഈ മാറാട് പ്രദേശം തന്നെ, അതായത് മാറാട് ബീച്ച് ഉൾപ്പെടുന്ന പ്രദേശം ഇവർ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതായത് മാറാട് ബീച്ച് തന്നെ രണ്ടായിട്ട് വിഭജിച്ചു. കുറച്ച് ഭാഗം മാത്തോട്ടം ഭാഗത്തേക്ക് പോയി, കുറച്ച് ഈ സാഗരസരണി എന്ന പുതിയ ഈ വാർഡ് ഇവർ പേര് മാറ്റുന്ന ഈ പുതിയ വാർഡിലേക്കും വന്നു. അതേപോലെ CPM ശക്തി കേന്ദ്രങ്ങളായ ചേനോത്ത് സ്കൂൾ ഭാഗം, പിന്നെ വാട്ടർ ടാങ്ക് ഭാഗമൊക്കെ ഇതിലേക്ക്, അതായത് ഇതിൽ ഒരു 1300ഓളം CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഈ വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
അതേപോലെ അവർക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡ് പോലും BJP ഭാരതീയ ജനതാ പാർട്ടി ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ വിഭജനം നടത്തിയത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് തമ്മിലടിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. ഇവിടെ ഞങ്ങൾ എതിർക്കും, അവിടെ അവരും എതിർക്കും. അങ്ങനെ എതിർപ്പുണ്ടാക്കി ഇത് പണ്ടത്തെ മാതിരി ഇവിടെ വീണ്ടും ഒരു വർഗീയത കൊണ്ടുവരാനുള്ളൊരു പരിപാടിയിലാണ്. പേരുമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാറാട് അരയ സമാജം. ഏത് വിധേനയും പേരുമാറ്റുന്നതിനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇവർ ആവർത്തിക്കുന്നു. കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് അരയ സമാജത്തിന്റെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധങ്ങൾ ഭരണകൂടം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും മാറാട് ജനത നൽകുന്നു. നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ഈ വാർഡ് വിഭജനമായിട്ട് അറിയുന്നത് മാറാട് എന്നുള്ള മാറ്റിയിട്ട് സാഗരസരണി എന്നാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇത് പഞ്ചായത്താണ് ആയത്. പഞ്ചായത്ത് ഇപ്പോൾ രണ്ടാമത്തെ ഇടയാണ് കോർപ്പറേഷൻ. പഞ്ചായത്ത് ആവുന്ന സമയത്ത് ഇത് 7-ാം വാർഡ്, 8-ാം വാർഡ്, 18-ാം വാർഡ് അങ്ങനെ നോക്കുന്ന സമയത്ത് അന്ന് മാറാടാണ്. നിലവിൽ ഈ മാറാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒന്ന് ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ്. മാറാട് ബലിദാനികളുടെ നാടാണ്. കേരളം മാത്രമല്ല, ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണത്. പ്രത്യേകിച്ച് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇത് മാറ്റപ്പെടുന്നത്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെ സർക്കാർ സംവിധാനം അനുസരിച്ച് ഇവിടെ ഒരു ഗവൺമെൻറ് ഫിഷറീസ് LP സ്കൂൾ മാറാട്, അതേമാതിരി മാറാട് ബീച്ചിലേക്കുള്ള ബസ്, മാറാട് വിവേകാനന്ദ വിദ്യാലയം, അങ്ങനെ ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാറാട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തിനിപ്പോൾ പെട്ടെന്നൊരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു മാറ്റം നമുക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ CPMൻ്റെ വ്യക്തിപരമായിട്ടുള്ള അജണ്ട ആണ്. ഇത് വർഷങ്ങളായി CPM മാറാട് എന്നുള്ള ഈ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ പ്രേരണ. അക്കൂട്ടത്തിൽ പല രാഷ്ട്രീയ കക്ഷികളും ഇതിനെ പിൻപറ്റുന്നുണ്ട്. പക്ഷേ മാറാട് എന്നുള്ളത് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് മാറാട് എന്നുള്ള സ്ഥലത്ത് നിലവിലിപ്പം മാറ്റേണ്ട ആവശ്യമില്ല, തുടർന്ന് തന്നെ പൊയ്ക്കോട്ടെ. സാഗരസരണി എന്ന് അറിയാച്ചാൽ ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിനൊരു പേരാണ് സാഗരസരണി, അല്ലാതെ അത് വേറെ എവിടെ അറിയപ്പെടില്ല. അത് അറിയപ്പെടുന്ന മാറാടെന്ന് ചോദിച്ചാലോ സാഗരസരണി എവിടെയെന്ന് അറിയപ്പെടാൻ പറ്റില്ല. അല്ലാണ്ട് സാഗരസരണി എവിടെയെന്ന് ചോദിച്ചിട്ട് മാറാടെന്ന് അറിയപ്പെടാൻ പറ്റില്ല. എവിടെ മാറാട്, എവിടെയാണ് സാഗരസരണി, അപ്പോൾ അറിയപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കേരളം മാത്രമല്ല, ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ് മാറാട്. ബലിദാനികളുടെ സ്ഥലമാണ് മാറാട്. രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത സ്ഥലമാണ് മാറാട്. അതുകൊണ്ട് മാറാട് ഒരു കാരണവശാലും മാറ്റപ്പെടാൻ പാടില്ല എന്നാണ് മാറാട് അരയ സമാജം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ എന്ത് വില കൊടുത്തും തടയാൻ സജ്ജമാണ്. അപ്പോൾ മാറാട് എന്നുള്ള സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ കാലങ്ങളായിട്ട് ഇവർ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് മാറ്റം എന്നുള്ളത്. അതുകൊണ്ട് മാറാട് അരയ സമാജം എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ സമൂഹത്തെ അണിനിരത്തി ഞങ്ങളോട് സഹകരിക്കുന്ന ഏത് പ്രസ്ഥാനമായാലും ആ പ്രസ്ഥാനങ്ങളോട് കൂട്ടുപിടിച്ചിട്ട്, അത് ഏത് പ്രസ്ഥാനമായാലും BJP ആയാലും ശരി, ഏത് പ്രസ്ഥാനമായാലും, ഹിന്ദു സംഘടനകളായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളായാലും അതിന് പുറത്തുള്ളവരാരും വന്നാലും ആ സംഘടനകളൊക്കെ കൂട്ടിപ്പിടിച്ച് മാറാട് എന്നുള്ളൊരു പേര് നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ എന്ത് വില കൊടുത്തു നിയമപരമായിട്ട് പോകണമെങ്കിൽ പോകും. അല്ലാതെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്തിലാണെങ്കിലും ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് ഈ വരുന്ന കാലങ്ങളിൽ അതിൻ്റെ ബാക്കി കാര്യം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പേര് എന്ന് പറയുന്ന നാടിൻ്റെ ആത്മാവാണ്. അപ്പം ഈ പേരിന് കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ കഴിയും. മാറാട് എന്ന പേര് ഇല്ലായ്മ ചെയ്യാൻ ഈ അടുത്ത കാലത്തൊന്നല്ല ഇത്തരം ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ കുറേ കാലം മുമ്പേ ഈ മാറാട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം പല ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. അതിനൊരു പ്രത്യേകിച്ച് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് മാറാട് അരയ സമൂഹം. അത് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു സംവിധാനമാണ്. സംഘപ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇതിൻ്റെ ചരിത്രം, ഇതിന് എത്രയോ കാല പഴക്കമുള്ള ചരിത്രമുള്ള മണ്ണാണ് മാറാട്. അപ്പം നമ്മൾ ഈ ദേശീയതയ്ക്ക് വേണ്ടി കുറേ അനുഭവിച്ചൊരു മണ്ണാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ ആ ആശയം കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ ആക്രമിക്കപ്പെട്ടൊരു നാടാണ് മാറാട് എന്ന ഈ സ്ഥലം, ഈ പ്രദേശം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേരുമായുന്നതോടുകൂടി കുറേ കാര്യങ്ങൾ വിസ്മരിക്കപ്പെടും, ഇല്ലാതാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഈ മാറാട് വലിയൊരു കലാപം നടന്ന നാടാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നമ്മൾ നിരവധി ആവർത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറാടിൻ്റെ പേര് മാറ്റുക എന്നുള്ളത് ഒരു
സർക്കാരിൻ്റെ കൂടെ ഒരു ഗൂഢലക്ഷ്യമാണ്. ഈ മാറാട് പ്രശ്നം നടന്നതിന് ശേഷം ഇവിടുത്തെ ഹിന്ദു ജനതക്കെതിരെ അല്ലെങ്കിൽ ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന ജനതക്കെതിരെയാണ് അവരെല്ലാ ബാക്കിയുള്ള മൂവ്മെൻറ്റും ഉണ്ടായത്. എന്ന് വെച്ചാൽ ഒരു നിയമസഹായമായാലും ഒരു സാമ്പത്തിക സഹായമായാലും നമ്മൾ സമരം ചെയ്ത് നമ്മുടെ സംഘപ്രസ്ഥാനങ്ങൾ നേടിയെടുത്തതാണ് മാറാടിന് ശേഷമുള്ള എല്ലാ സംവിധാനങ്ങളും. ഒരു രീതിയിലുള്ള സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ വരും തലമുറ മനസ്സിലാക്കും. അപ്പം നമ്മളോട് ചേർന്ന് നിൽക്കാൻ തന്നെ ഇവർ ഈ വരും തലമുറയും ഈ ചരിത്രം അറിയുമ്പോൾ ഒരു അകൽച്ച കാണിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ ചരിത്രം വിസ്മരിക്കപ്പെടണം എങ്കിലേ വരും തലമുറ നമ്മളിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും അകൽച്ച കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭാരതം എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവണ ഓർമ്മകൾ, പഴയ ചരിത്രങ്ങൾ. അപ്പം വിദേശികളതിൽ നിറഞ്ഞേറെ ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തൽ ആ ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ. അതുപോലെ മാറാട് എന്നുള്ള പേര് സത്യത്തിൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയൊരു സാധനമാണ്. അത് ആര് തന്നെ ശ്രമിച്ചാലോ ആ നാടിൻ്റെ പേര് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് തീരുമാനമാണത്. അത് ഏതറ്റം വരെ നമ്മൾ നിയമപരമായി തന്നെ അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ പേര് ഇവർ മാറ്റിയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമാണ്. ഞങ്ങൾ സമാധാനത്തിൻ്റെ മാർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സമാധാനത്തിൻ്റെ മാർഗ്ഗത്തിൽ പോയാൽ ഒരു പക്ഷേ ഞങ്ങളുടെ പേര് തന്നെ വരും എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പം നിയമപരമായി തന്നെ ഇലക്ഷൻ കമ്മീഷണർ, കളക്ടർ ഇവർക്കൊക്കെ ഞങ്ങൾ പലരും പരാതി കൊടുത്തിട്ടുണ്ട്. അതേ സമയത്തിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പാർട്ടിക്കാർ പലരും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു തീരുമാനം മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ ഭരണപക്ഷവും രാഷ്ട്രീയക്കാരും കാണാനിരിക്കുന്നേ ഉള്ളൂ. കാരണം മാറാട് സംഭവം ഉണ്ടായതിനു ശേഷം കണ്ടതിനേക്കാളും ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ പേരിലുണ്ടാകും. അത് സത്യമാണ്. പോരാട്ടത്തെയും അതിജീവനത്തെയും അടയാളപ്പെടുത്തിയ മാറാട് എന്ന പേര് ഇന്ന് ആരെയൊക്കെയോ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരുമാറ്റം. വലിയൊരു ചരിത്രത്തെ തന്നെ തേച്ചുമായ്ച്ച് കളയാനുള്ള ഈ പേരുമാറ്റത്തെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് മാറാട് നിവാസികൾ പറയുന്നത്.